സീറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ ഇന്ന് അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കും. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സർക്കുലർ ഇന്ന് മുഴുവൻ പള്ളികളിലും വായിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഈ നിർദ്ദേശം വായിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകും? ഏതെങ്കിലും ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? സൂചനകൾ ലഭിക്കുന്നുണ്ടോ? പ്രിയ, ഗുഡ് മോർണിംഗ്. അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യഘട്ടമാണ് ഇന്നത്തെ സർക്കുലർ വായിക്കലെന്ന് പറയുന്നത്. ഈ സർക്കുലർ കഴിഞ്ഞ ദിവസമാണ് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കുലർ പുറത്തിറങ്ങിയത്. ഇത് കൃത്യമായി ഈ ദിവസം, അതായത് ഇന്ന് എല്ലാ അങ്കമാലി അതിരൂപതകളിലും എല്ലാ പള്ളികളിലും വായിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം സർക്കുലറിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ജൂലൈ 16 തീയതി അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കുർബാന കൂടുകയാണ്. ഇവിടെ സർക്കുലർ വായിക്കാൻ തന്നെയാണ് നിർദ്ദേശം. എല്ലാ പള്ളികളിലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം വിമത വിഭാഗം ഇതിനെ പൂർണ്ണമായും എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കുലർ വായിക്കില്ല എന്ന് മാത്രമല്ല, ഇത് തടയുകയും പ്രതിഷേധം കടുപ്പിക്കാനുമാണ് ഇവരുടെ തീരുമാനം. മാത്രമല്ല, ബസിലിക്ക പള്ളിയിൽ 10:30 ഈ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാനാണ് വിമത വിഭാഗത്തിൻ്റെ തീരുമാനം. ഈ സർക്കുലർ പുറത്തിറങ്ങിയത് മുതൽ കടുത്ത പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വിമത വിഭാഗത്തിൽ നിന്നും ഉണ്ടായത്. മാത്രമല്ല, ഇവർ ഈ സിനഡ് കൂടുന്നതിന് മുന്നേ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറങ്ങിയതാണ് ഈ വിമത വിഭാഗത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സർക്കുലർ വായിക്കാനോ അല്ലെ ഏകീകൃത കുർബാന അർപ്പിക്കാനോ തങ്ങൾ മുതിരില്ല എന്നാണ് എന്തായാലും വിമത വിഭാഗത്തിൻ്റെ നിലപാട്. മാത്രമല്ല, ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ഈ പള്ളികളിൽ നിന്നും പുറത്താക്കുകയും മാത്രമല്ല ഇവർ പിന്നീട് നടത്തുന്ന ചടങ്ങുകളും ശുശ്രൂഷകളും എല്ലാം തന്നെ വിലക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്ന കർശന നിർദ്ദേശവും ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് പള്ളികളിൽ വായിച്ച് വൈദികരെയും വിശ്വാസികളെയും കേൾപ്പിക്കാൻ തന്നെയാണ് ഈ സർക്കുലറിൽ ഉടനീളം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വിമത വിഭാഗം വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് സിനഡ് ആരംഭിച്ചത്. 19 തീയതി വരെ സിനഡ് തുടരും. ഈ സിനഡിലെല്ലാം തന്നെ ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്ന ഒറ്റ വാക്കിൽ തന്നെയാണ് ഈ സിനഡ് മുന്നോട്ട് പോയത്. മാത്രമല്ല, സീറോ മലബാർ സഭയുടെ അന്ത്യശാസനം എന്നോണമാണ് ഈ സർക്കുലർ എന്തായാലും പുറത്തിറക്കിയത്. ആ സർക്കുലറിൽ കൃത്യമായ ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ജൂലൈ 16 തീയതി എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണം. അതായത് സിനഡ് കുർബാനയായ ഏകീകൃത കുർബാന നടപ്പിലാക്കണം. അതുപോലെ തന്നെ ഈ കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ സർക്കുലർ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുന്നത് ഈ സിനഡ്. അതുപോലെ ഈ സിനഡിനെതിരെ കൃത്യമായ പ്രതിഷേധവും വിമത വിഭാഗം കടുപ്പിക്കുന്നുണ്ട്. എന്തായാലും ബസിലിക്ക പള്ളികളിൽ ഇന്ന് 10:30 സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം. എന്തായാലും ഇന്ന് എല്ലാ പള്ളികളിലും ഇത്തരത്തിൽ സർക്കുലർ വായിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും പള്ളികളിലെല്ലാം തന്നെ കുർബാന രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ കുർബാനയ്ക്ക് ശേഷമായിരിക്കും സർക്കുലർ വായിക്കുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇതിനെതിരെ വിമത വിഭാഗം പ്രതിഷേധം കടുപ്പിക്കാനിരിക്കുകയാണ്. അതിനുള്ള മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതികരണം എന്നാണ് കണ്ടറിയേണ്ടത്. പ്രിയ, ശരി. അർച്ചനയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.